ഓ, എന്താ ഭംഗി നോക്കിയാൻ മുളപ്പന്തല്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പോകുന്നത് മുളങ്കാട് തേടിയുള്ള ഒരു യാത്രയാണ്. മുപ്ലിയം കഴിഞ്ഞിട്ട് ഇഞ്ചക്കുണ്ട് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വളരെ മനോഹരമായിട്ടുള്ള മുളങ്കാടുകൾ, പ്രകൃതിദത്തമായിട്ടുള്ള മാൻമെയ്ഡ് അല്ലാത്തത് ചുമ്മാ ഇങ്ങനെ വളർന്നു വരുന്ന മുളങ്കാടുകളുണ്ടെന്നറിഞ്ഞു. അതൊന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള യാത്രയാണ് ഇന്നത്തെ യാത്ര. മുപ്ലിയം പള്ളി കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് കുറച്ച് ഒരു 2-2.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ മുളങ്കാടുകൾ കണ്ടു തുടങ്ങും. ഈ വഴിയിൽ വാഹനങ്ങളൊക്കെ വളരെ കുറവാണ്. കാര്യം ഇത് ഫോറസ്റ്റ് ഏരിയയാണ്. നമ്മൾ ഈ പരസ്യങ്ങളിലൊക്കെ പറയില്ലേ, വസ്ത്രങ്ങളുടെ കമനീയ ശേഖരം എന്നൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞതുപോലെ മുളങ്കാടുകളുടെ ഒരു കമനീയ ശേഖരമാണ് ഇവിടെ കാണാൻ കഴിയുക. കാട് കണ്ട് കണ്ട് അങ്ങനെ കുറച്ചുകൂടി ഇങ്ങനെ മുന്നോട്ട് പോയി. ഇതിനേക്കാൾ ഭംഗിയുള്ള മുളകളൊക്കെ കാണാമെന്ന് കരുതിയിട്ട്. അയ്യോ, ഇതൊന്നല്ല കേട്ടാ, അതേ കാണാൻ പോണുള്ളോ. സ്വന്തമായിട്ട് മുളകൾ ഇങ്ങനെ ഡിസൈൻ ചെയ്യാണ്, ഓരോ രൂപങ്ങൾ. ഇവിടെ വന്നാലേ ഇങ്ങനെ നോക്കി നിൽക്കാൻ തോന്നും മുളങ്കാടിൻ്റെ ഭംഗി. നോക്കിയാൽ മെത്ത പോലെയാണ് ഇവിടെ ഇതിൻ്റെ ഇലകളൊക്കെ വീണ് ഇങ്ങനെ കുമിഞ്ഞു കൂടി കിടക്കുന്നത്. ചവിട്ടുമ്പോൾ ഉണ്ടല്ലോ, ഈ ഹൊറർ സിനിമയിൽ വരുന്ന ശബ്ദമല്ലേ, കാലടി ശബ്ദം, അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും, ചക്ക 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 എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇതിൻ്റെ അടിയിലൊക്കെ നിറയെ ഈ പുറ്റുണ്ട് കേട്ടോ, ചിതൽപ്പുറ്റുകൾ. അവിടെയൊക്കെ വല്ലതുണ്ടോയെന്ന് എനിക്കറിയില്ല, ഞാനൊന്നും കണ്ടില്ല. എന്തായാലും ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, കാട് പ്രദേശമല്ലേ, അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ അടിയിലൊക്കെ വല്ലതൊക്കെ ഒളിഞ്ഞിരിപ്പുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റില്ല കേട്ടോ. ശ്രദ്ധിച്ച് വേണം പോകാനായിട്ട്. ഇത് കാണുമ്പോഴേ അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ നടന്ന് പോകാൻ തോന്നും, അത്ര ഭംഗിയാണ്. ഈ പന്തൽ കിട്ടുന്ന ജോസേട്ടനൊക്കെ ഉണ്ടല്ലോ, അത് കണ്ടു കഴിഞ്ഞാൽ അമ്പരന്ന് പോവും. കാര്യം അയാൾ വിചാരിക്കുന്ന പോലെ നല്ലത്, ഇത് പ്രകൃതി തന്നെ ഇങ്ങനെ പന്തലൊരുക്കി വെച്ചിരിക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞും ചെരിഞ്ഞും. എന്ത് മനോഹരമായിട്ടാണ് നോക്കൂ ഈ ബാംബൂസ് ഇങ്ങനെ. കുറേ ഇലകളിങ്ങനെ വീണ് കിടപ്പുണ്ട്, മെത്ത പോലെ കിടക്കുന്നത്. ഇതിലൊക്കെ ഒരു തീപ്പൊരി വീണ് കഴിഞ്ഞാണ്ടല്ലോ കാട്ടുതീ ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ കാട് പ്രദേശത്ത് ചെല്ലുമ്പോൾ നമ്മളൊരിക്കലും ഇതുപോലെ തീ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. പെട്ടെന്ന് എളുപ്പത്തിൽ തീ പടരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെയൊക്കെ ചെല്ലുമ്പോൾ. ഇനി അങ്ങോട്ട് വർണ്ണിക്കാൻ കഴിയാത്ത കാനന ഭംഗി, മുളങ്കാടിൻ്റെ ഭംഗി നിങ്ങൾ തന്നെ കാണുക, എത്ര മനോഹരമാണെന്ന്. നോക്കൂ, ഇതൊന്നും നമ്മൾ വെട്ടി നിർത്തിയതല്ല കേട്ടാ, പ്രകൃതി തന്നെ വെട്ടി മനോഹരമാക്കി വെച്ചിരിക്കുകയാണ്, ഒരു പന്തലായിട്ട്. എന്താ ഭംഗി നോക്കിയാൽ കണ്ടാ. ഹോ, അപ്പോൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. ഇനി നിങ്ങൾ നേരിട്ട് വരിക, നമ്മുടെ മുപ്ലിയം പള്ളി കഴിഞ്ഞ് നേരെ ആ റോട്ടിൽ ഒരു 2 കിലോമീറ്ററോളം സഞ്ചരിച്ച് കഴിഞ്ഞാൽ റബ്ബർ എസ്റ്റേറ്റൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ മുളങ്കാടിൻ്റെ ഭംഗി നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുക. അപ്പോൾ എങ്ങനെയാണ്, ഞാൻ വണ്ടി വിടുകയാണ്, നിങ്ങൾക്ക് ഈ നല്ല കാഴ്ചകളൊക്കെ സമ്മാനിച്ച് ഞങ്ങളങ്ങനെ പതുക്കെ നീങ്ങുകയാണ്. ബൈ ബൈ, നിങ്ങളുടെ ജോബ്സ് വ്ളോഗ്.